മാപ്പ് പറയണമെന്ന് CM പറഞ്ഞു കഴിഞ്ഞ അത് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞത്. CM പറയുന്നത് കേരള ഗവൺമെന്റ് അന്ന് ശക്തമായി പ്രതികരിച്ചതാണ്. ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും അനങ്ങാതെ നിന്നിട്ടില്ല, ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ പ്രതികരണം തന്നെ വരുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്തിരോന്ന് അറിയില്ല. ഈ വൈദ്യുതി പ്രതിസന്ധി 30 വരെ എന്തായാലും തീർച്ചയായിട്ടും ഒരു റെസ്ട്രിക്ഷൻ വേണ്ടി വരുന്ന വൈദ്യുതി പറയുന്നത് അത്ര മോശമായ സ്ഥിതിയിലായിരുന്നു ശരിക്കും നമ്മുടെ പവർ സെക്ടർ ഉണ്ടായിരുന്നത്. പവർ സെക്ടർ അത്രമാത്രം അപകടസ്ഥിതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാര്യങ്ങൾ ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതാണ് എന്താണെന്നുള്ളത്. പോളിറ്റ് ബ്യൂറോ കാര്യം ചോദിക്കണം. മലപ്പുറത്ത് നടന്ന EMS-മായി ബന്ധപ്പെട്ട ഒരു അനുഭവം പരിപാടി ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. PK ശാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MP ഗോവിന്ദൻ ഔചിത്യം കാണിക്കണമായിരുന്നൊരു പരാമർശം ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടുണ്ട്. അതൊരു വിലയിരുത്തൽ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വരുമെന്ന് കണക്കാക്കിയതാണല്ലോ. പക്ഷേ പരാജയമാണ് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ പരാജയം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ പരിശോധനയിൽ എല്ലാ വിശദാംശങ്ങളിലേക്കും പോയിട്ടുണ്ട്. പക്ഷേ ആ പരിശോധനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. ഈ അനധികൃതമായിട്ടുള്ള സ്ഥലമാറ്റം സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പിന്നെ പോലീസ് ഇപ്പോൾ ഫയർഫോഴ്സിലും അങ്ങനെ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുണ്ട്, കരടാണ് വന്നിട്ടുള്ളത്. 2017 സംബന്ധിച്ച് വ്യക്തമായ മാനദണ്ഡം കഴിഞ്ഞ സർക്കാർ കൊണ്ടുവരുന്നു. ആ മാനദണ്ഡം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സിലും വന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സ്ഥലം മാറ്റങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്ന നടപടി. അതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. അതാണ് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഭൂരിപക്ഷം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് കിട്ടിയെന്ന് വന്നപ്പോൾ തന്നെ ചില നീക്കങ്ങൾ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ചില വകുപ്പുകൾ ചില നിവേദനങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവും പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൻ്റെ കാര്യത്തിലാണ് KIT മറ്റും ഇടപെടുന്ന നില പിന്നീട് വന്നത്. അങ്ങനെയുള്ള സാധാരണ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളടക്കം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ നിയതമായ മാനദണ്ഡങ്ങളുള്ളതാണ്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതല്ല ഇപ്പോൾ നടക്കുന്നത്. ഇത് സിവിൽ സർവീസിൽ വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സിവിൽ സർവീസിൽ അസംതൃപ്തി ഉണ്ടാക്കി പോവുക എന്നത് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമല്ല. കേരളത്തില് മുൻപൊരു കാലത്ത് ഇതെല്ലാം നടന്നിരുന്നു. കഴിഞ്ഞൊരു ദശാബ്ദക്കാലമായിട്ട് ഏതെങ്കിലും തസ്തികയുടെ കാര്യത്തിലോ എവിടെയെങ്കിലും സ്ഥലമാറ്റത്തിന്റെ കാര്യത്തിലോ അങ്ങനെയുള്ള ഒരു ആക്ഷേപവും ഇവിടുന്ന് ഉയർന്നിരുന്നില്ല. അത്തരത്തിൽ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നൊരു നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അതിനെ തിരിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പോക്കാതിരിക്കാൻ ഉള്ള ജാഗ്രത സർക്കാർ കാണിക്കേണ്ടതാണ്. ബജറ്റ് വരട്ടെ, നമുക്ക് അതിനുശേഷം കാണാം. അല്ല, ബജറ്റ് വരട്ടെ, അതിനു മുമ്പിൽ തന്നെ നമ്മളൊരു കാര്യം പറയണ്ടല്ലോ. ബജറ്റ് വരട്ടെ, അതിനുശേഷം കാണാം. ഒരു എണ്ണംകെട്ടവർ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് നിപ്പ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ നാട്ടിൽ വ്യാപകമാകുന്നതെന്ന് മുമ്പ് നേതാവ് പറഞ്ഞിരുന്നു. അദ്ദേഹം സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല ഈ പകർച്ചവ്യാധി പ്രതിരോധം. അതൊക്കെയാണല്ലോ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത്. വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊരു ഈ മന്ത്രിയെ ആര്, കക്ഷി ആര്, ഗവൺമെന്റ് ആര് എന്നൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധി വരുന്നത് എന്ന് ഈ ചുരുക്കിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ, ഒരു മാസമായി, ഒരു മാസക്കാലാവുകയാണ്. ഈ ഒരു മാസക്കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിനും ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ആവർത്തിക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം അല്ലേ? ശരി ശരി.